ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. വിവാദ വ്യവസായി മുഹമ്മദ് ഷർഷാദിനെതിരെ തോമസ് ഐസക് വക്കീൽ നോട്ടീസ് അയച്ചു. തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ 7 ദിവസത്തിനകം പിൻവലിക്കണമെന്നാണ് ആവശ്യം. ബാങ്ക് ലോൺ ഒഴിവാക്കാൻ തോമസ് ഐസക് അനധികൃതമായി ഇടപെട്ടു എന്നായിരുന്നു ഷർഷാദിന്റെ ആരോപണം. വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അർജുൻ, നേരത്തെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സമാനമായി വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. എന്താണ് ഈ വക്കീൽ നോട്ടീസിലെ കൂടുതൽ വിശദാംശങ്ങൾ? രജീഷ്, CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉന്നയിച്ചിട്ടുള്ള അതേ പരാമർശങ്ങൾ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇപ്പോൾ തോമസ് ഐസക്കും വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് മുഹമ്മദ് ഷർഷാദിനെതിരെ. CPM-ൽ കഴിഞ്ഞ ദിവസം ഉരുത്തിരിഞ്ഞിട്ടുള്ള വിവാദത്തിന് പിന്നാലെയാണ് CPM ഇതിന് നിയമപരമായി നേരിടാൻ തീരുമാനിച്ചത്. അന്ന് ആരോപണ വിധേയരായ അല്ലെങ്കിൽ ഷർഷാദ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആളുകൾ, അതിൽ CPM സംസ്ഥാന സെക്രട്ടറിക്ക് പിന്നാലെ ഇപ്പോൾ തോമസ് ഐസക് കൂടി ഇക്കാര്യത്തിൽ ഷർഷാദിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ 7 ദിവസത്തിനകം പിൻവലിക്കണമെന്നാണ് ഈ വക്കീൽ നോട്ടീസിൽ പറയുന്നത്. ഇല്ലെങ്കിൽ സിവിലായും ക്രിമിനലായും നിയമ നടപടി സ്വീകരിക്കുമെന്ന് വക്കീൽ നോട്ടീസിൽ തോമസ് ഐസക് പറയുന്നുണ്ട്. ബാങ്കിന്റെ ലോൺ ഒഴിവാക്കാൻ തോമസ് ഐസക് അനധികൃതമായി ഇടപെട്ടു എന്നായിരുന്നു ഷർഷാദിന്റെ പരാതി. ഇത് സമൂഹ മധ്യത്തിൽ തനിക്കെതിരായിട്ടുള്ള മോശം വ്യാഖ്യാനം ഉണ്ടാക്കി തന്നെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ആളുകളിലേക്ക് എത്തി എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ തോമസ് ഐസക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. 7 ദിവസത്തിനകം ഇതിൽ മറുപടി നൽകണമെന്ന് തോമസ് ഐസക് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്നും എല്ലാ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും എല്ലാ അപകീർത്തികരമായിട്ടുള്ള പ്രസ്താവനകളും പിൻവലിക്കണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം അപകീർത്തികരമായ ലേഖനം പ്രസിദ്ധീകരിച്ച അതേ മാധ്യമങ്ങൾ വഴി തന്നെ നിരുപാധികം ക്ഷമാപണം നടത്തണമെന്ന ആവശ്യം കൂടി വക്കീൽ നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക്, അതായത് തോമസ് ഐസക്കിന്റെ പ്രശസ്തിക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരമായി 1 കോടി രൂപ നൽകണമെന്ന ആവശ്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ തോമസ് ഐസക് കൂടി വക്കീൽ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ശരി അർജുൻ രാജ്.